രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദേവി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന വർക്കിംഗ് ഗ്രൂപ്പിൽ നമ്മളുടെ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലുള്ള എല്ലാ വാർഡിലുമുള്ള ആളുകൾ ഒരു 5-10 പേരൊക്കെ പങ്കെടുത്ത ആ വർക്കിംഗ് ഗ്രൂപ്പിൽ കുറേ നിർദ്ദേശങ്ങൾ നമുക്ക് കിട്ടി. ആ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ ഒരു ചാർട്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതിവിടെ വായിക്കും. അത് വായിച്ച് അംഗീകരിക്കലാണ് ഫസ്റ്റ് അജണ്ട. രണ്ടാമത്തെ അജണ്ട, ആ വർക്കിംഗ് ഗ്രൂപ്പിൽ ഈ വാർഡിൽ നിന്നും മതിയായ കാര്യങ്ങൾ അതിനകത്തേക്ക് വന്നിട്ടില്ല എങ്കിൽ നമുക്ക് ഈ വാർഡിൽ എന്തൊക്കെയാണ് ഈ ഒരു വർഷക്കാലം നടപ്പിൽ വരുന്നത്. വ്യക്തിഗത ആനുകൂല്യങ്ങളല്ല, അല്ലാതെ കണ്ടിട്ട് പൊതുവായിട്ടുള്ള കാര്യം, റോഡ്, കൃഷി, ലൈറ്റ്, വെള്ളം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എന്ത് കാര്യങ്ങളും നമുക്കിവിടെ നിർദ്ദേശിക്കാം. പട്ടിശല്യം ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പട്ടിശല്യം, അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള ജനങ്ങൾക്ക് ഉപദ്രവപരമായിട്ടുള്ളതും ജനങ്ങൾക്ക് വേണ്ടതും ഈ വർഷം പഞ്ചായത്ത് നടപ്പാക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ അജണ്ടയിലുള്ളത്. മൂന്നാമത്തെ അജണ്ട വന്നിട്ടുള്ളത് ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ പണിയെടുക്കുന്ന ആളുകൾ അവരുടെ മേൽനോട്ട സമിതിയാണ്. അവരെ ആ സമിതിയിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടെന്നും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി, വിജിലൻസ് മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയും. ആ കമ്മിറ്റി ഒരു 5 പേരടങ്ങുന്ന ആ കമ്മിറ്റി തിരഞ്ഞെടുക്കും. അവരുടെ മേൽനോട്ടത്തിലാണ് അതിൻ്റെ വർക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മറ്റൊരു അജണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഷൻ കട വാർഡാണെങ്കിൽ റേഷൻ കട മോണിറ്ററിംഗ് സമിതി എന്ന് പറഞ്ഞിട്ടൊരു സമിതി എടുക്കും. കാരണം റേഷൻ കടയിലെ എല്ലാ കാര്യങ്ങളും നേർവഴിക്കാണോ നടത്തുന്നത്, ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും ഒക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അത് നേരായ മാർഗത്തിൽ നടത്തിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമിതി എടുക്കുന്നത്.